മക്കളെ, ഇന്ന് നമുക്ക് 5ാം ക്ലാസ്സിൽ നമ്മൾ എടുത്തു കഴിഞ്ഞ ചാപ്റ്ററിന്റെ ആക്ടിവിറ്റി ആണ് നോക്കാൻ പോകുന്നത്. നമ്മൾ എടുത്തതായിരുന്നു ദോ സന്ദര് അല്ലേ? നമ്മൾ ഈ പാഠം എടുത്തതാണ്. എന്തായിരുന്നു ഈ ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? ദോ സന്ദര്. ഇതിന്റെ ആക്ടിവിറ്റി ആണ് ഇനി നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതിന്റെ ആക്ടിവിറ്റി നോക്കാം. സന്ദര് ക്യാ ക്യാ കർത്തേ ഹെ? അതാണ് ഇവിടെയുള്ള ചോദ്യം. സന്ദര് ക്യാ ക്യാ കർത്തേ ഹെ? ഈ നാരങ്ങകള്, ഓറഞ്ചുകൾ എന്തൊക്കെയാണ് ചെയ്തത്? സന്ദര് ഗൂമനെ നികൽത്തേ ഹെ? അവരെന്താ ചെയ്തത്? സന്ദര് ഓറഞ്ചുകൾ ഗൂമനെ കറങ്ങാൻ, നികൽത്തേ ഹെ ഇറങ്ങുന്നു. നാരങ്ങകള് കറങ്ങാൻ ഇറങ്ങുന്നു. സന്ദര് ഹസ്തേ ഹെ? ഈ നാരങ്ങകൾ, ഓറഞ്ചുകൾ എന്ത് ചെയ്യുന്നു? ഹസ്തേ ഹെ ചിരിക്കുന്നു. സന്ദര് ലുടക്തേ ഹെ? നാരകങ്ങൾ ഉരുണ്ട് പോകുന്നു അല്ലെ? അതൊക്കെ നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചതാണ്. ഇനി താഴെ ബാലു ക്യാ ക്യാ കർത്തേ ഹെ? ഈ സന്ദരകൾ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ള കാര്യം ഇവിടെ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് എഴുതി കാണിച്ചു. ഇനി അതുപോലെ ബാലു ചെയ്ത കാര്യങ്ങളുണ്ട്. ആ ബാലു എന്തൊക്കെയാണ് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സെന്റൻസ് അവിടെ തന്നിരിക്കുന്നു. ബാലു ആത്താ ഹെ? ബാലു വരുന്നു. എന്നിട്ടോ ബാലു സന്ദരേക്കോ ഉഡാത്താ ഹെ അല്ലെ? രണ്ടാമത്തെ സെന്റൻസ് എന്താണ്? ബാലു സന്ദരേക്കോ ഉഡാത്താ ഹെ? ബാലു ഓറഞ്ച് എടുക്കുന്നു. സന്ദരേക്കോ ജോർ സേ പക്കടുത്താ ഹെ? ഓറഞ്ചിനെ ശക്തിയായി മുറുകെ പിടിക്കുന്നു. മുറുകെ പിടിക്കുന്നു. ജോർ സേ മുറുക്കി പിടിക്കാണ് സന്ദരേനെ. ബാലു സന്ദരേക്കോ ഫേങ്ക് ദേത്താ ഹെ? ബാലു പിന്നെ എന്താ ചെയ്യണത്? സന്ദരേക്കോ ഫേങ്ക് ദേത്താ ഹെ? സന്ദരേനെ, ഓറഞ്ചിനെ എറിയുന്നു. കണ്ണില് എന്താണ് പറയുക, എരിഞ്ഞപ്പോ ഓറഞ്ച് എടുത്ത് എറിയുന്നുണ്ട് അല്ലെ? ബാലു ആങ്കേ ബന്ധക്കർ ബൈഠത്താ ഹെ? പിന്നെ ബാലു എന്താ ചെയ്യുന്നത്? ആങ്കേ ബന്ധക്കർ ബൈഠത്താ ഹെ? കണ്ണുകളും അടച്ച് ഇരിക്കുന്നു. പിന്നെ ലാസ്റ്റ് ഉണ്ട് ഒരു സെന്റൻസ് അല്ലേ? ബാലു വഹാംസേ ഗിസക്താ ഹെ? ബാലു അവിടെ നിന്ന് മിണ്ടാതെ പോവാണ്. നമുക്ക് ഇവിടേക്ക് 4 എഴുതിയാൽ മതി. ഒന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആക്ടിവിറ്റിയിൽ ഉണ്ട്. ബാക്കി 4 നമുക്ക് എഴുതേണ്ടത്. 4 ഇവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് നിങ്ങൾ നോക്കി എഴുതിയെടുത്താൽ മാത്രം മതി. ഈ 4 നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കി എഴുതാം. ഇനി അടുത്തത് നോക്കാം. പഠേ സമജ് ഓർ ക്രമസേ ലിഖേ? ഇത് വായിച്ചു നോക്കിയിട്ട് എന്ത് ചെയ്യണം? ക്രമത്തിൽ എഴുതാൻ. ദോ സന്ദര് ഗൂമനെ നികലെ, ഒന്നാമത്തത് അതാണ് വരിക എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തത് ഏതാണ് വരിക? ക്രമത്തിൽ ഇവിടേക്ക് എഴുതാം. ഓർഡർ ആയിട്ട് എഴുതണം. ഇത് ഓർഡറിലല്ല തന്നിരിക്കുന്നത്. ഓക്കെ, ഡിസോർഡർ ആയിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർഡർ ആക്കുക. അപ്പൊ നോക്കാം. ബാലുവിനെ സന്ദരേക്കോ ഫേങ്ക് ദിയ. എന്താണ് അങ്ങനെ പറഞ്ഞാല്? ബാലു ഓറഞ്ച് എറിഞ്ഞു. ദോനോ സന്ദരെ ഗൂബാസെ? 2 ഓറഞ്ചുകളും നന്നായി ചിരിച്ചു. ദോ സന്ദരെ ഗൂമനെ നികിലെ? 2 ഓറഞ്ചുകൾ കറങ്ങാൻ ഇറങ്ങി. സന്ദരേക്ക് രസസെ ആങ്കോ മേ ജലൻ ഹുയി? ഓറഞ്ചിന്റെ നീരായി കണ്ണ് എരിയാൻ തുടങ്ങി. ബാലു സന്ദരേക്കോ ഗാനേ വാലാഥ? ബാലു ഓറഞ്ച് കഴിക്കാൻ പോവുകയായിരുന്നു. ഇതൊക്കെ ഡിസോർഡർ ആയിട്ടാണ് ഉള്ളത് അല്ലേ? അതിനെ എന്ത് ചെയ്യണം? ഓർഡർ ആയിട്ട് എഴുതണം. അപ്പൊ അതെങ്ങനെയാണ് വരിക നമുക്ക് നോക്കാം. ഒന്നാമത് വരുന്നത് ഇവിടെ നമ്പർ ഇട്ടിട്ടുണ്ട്, അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഒന്നാമത്തത് ഇതാണ്. ദോ സന്ദരേ ഗൂമനെ നികലെ. ഒന്നാമത്തെ എന്താണ്? ദോ സന്ദരേ ഗൂമനെ നികലെ. 2 ഓറഞ്ചുകൾ കറങ്ങാൻ ഇറങ്ങി. ഇത് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ ഉണ്ട്. കണ്ടോ? ഒന്നാമത്തത് ഇവിടെ ഉണ്ട്. ഒന്നാമത്തെ ഇവിടെ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ ഉണ്ട്. 2 മുതലാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി രണ്ടാമത്തത് ബാലു സന്ദരേക്കോ ഗാനേ വാലാദ. രണ്ടാമത്തത് ഇതാണ് കേട്ടോ. നിങ്ങൾ ഇതാണ് എവിടേക്ക് എഴുതേണ്ടത്? ഇതാണ് നിങ്ങൾ ഇവിടേക്ക് എഴുതേണ്ടത്. മനസ്സിലായോ? ഈ സെന്റൻസ് നിങ്ങൾ ഇവിടേക്ക് എഴുതണം. ബാലു സന്ദരേക്കോ ഗാനേ വാലാദ, ഇത് ഇവിടേക്ക് എഴുതാം. 2 നമ്പർ ഇട്ടത്. ഇനി 3 സന്ദരേക്ക് രസസെ ആങ്കോ മേ ജലൻ ഹുയി. ഇതാണ് മൂന്നാമത്തത്.
മൂന്നാമത്തെ കണ്ണ് നീറിയത്. ഇതാണ് മൂന്നാമത്തെ. അപ്പൊ ഈ മൂന്നാമത്തേനെ എവിടേക്ക് എഴുതണം? ഇവിടേക്ക് എഴുതണം അല്ലേ? മൂന്നാമത്തെ എഴുതാം. നേരെ നേരെ താഴെ താഴെ എഴുതി പോന്നാൽ മതി. മൂന്നാമത്തത് ഇവിടെ എഴുതാം. ടെസ്റ്റിലാണ് എഴുതണ്ടെങ്കിൽ നമ്പറിനനുസരിച്ചിട്ട് 2 ഇവിടെ എഴുതാം. രണ്ടാമത്തെ വരിയിൽ 3, മൂന്നാമത്തെ വരിയിൽ എഴുതാം. ഇനി നാലാമത്തെ നോക്കാം. നാലാമത്തത് ബാലുവിനെ സന്ദരക്കോ ഫേങ്ക് ദിയ. ഇതാണ് നാലാമത്തത്. ഓക്കെ. ഇനി ലാസ്റ്റ് 5. ദോനോം സന്ദരെ ഗൂബ് ഹംസേ. ഇതാണ് 5. മനസ്സിലായല്ലോ? അപ്പൊ മക്കളെ, അപ്പൊ നമുക്ക് അടുത്ത നോക്കാം. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നല്ലോ. ഇങ്ങനെ ഈ നമ്പറിനനുസരിച്ച് എഴുതിയാൽ മാത്രം മതി. ഇവിടെ ഒന്നാമത്തത് തന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അത് എഴുതണ്ട. ദോ സന്ദരെ ഗുമനെ നികലേ. ഇവിടെ ഉണ്ടല്ലോ ദോ സന്ദരെ ഗുമനെ നികലേ എന്ന് ഇവിടെയും തന്നിട്ടുണ്ട്, അത് എഴുതണ്ട. ബാക്കിയൊക്കെ എന്ത് ചെയ്യുക? ഓർഡർ അനുസരിച്ചിട്ട് അങ്ങോട്ട് എഴുതുക. രണ്ടാമത്തത് താഴെ 3, 4, 5 ആയിട്ട് എഴുതി കൊടുക്കുക. ഓക്കെ. ഇവിടെ 2 നമ്പർ ഇട്ടിട്ടുണ്ട്, 3 ഇട്ടിട്ടുണ്ട്, 4 ഇട്ടിട്ടുണ്ട്, 5 ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഓർഡർ അനുസരിച്ച് എഴുതുക. ഇനി അടുത്തത് നോക്കാം. കഹാനി കാ മൈമിങ് കരയും, പിന്നെ എന്താ ആകെ ബഡായും. ആകെ ബഡായും അതായത് വാർത്താലാപം എഴുതാനാണ്. വാർത്താലാപം എന്ന് പറഞ്ഞാല് സംഭാഷണം, ബാത്ചിത്, സംവാദ്. അതായത് എന്താ പറയാ, കോൺവെർസേഷൻ, വാർത്താലാപം. ഓക്കെ. അപ്പോ ഇവിടെ തന്നിരിക്കുന്നത് സന്തര. സന്തര ഏക്ക് ഉണ്ട്, ദോ ഉണ്ട്. 2 സന്തരയാണുള്ളത് അല്ലേ? സന്തര ഏക്ക് പറയാണ് ബാലുക്കെ ഹാത്തോം സെ ഹം ബച്ച് ഗയേ. അങ്ങനെ ഈ ബാലുവിന്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷമുള്ള അവരുടെ സംസാരാണ്. അപ്പൊ ഒന്നാമത്തെ സന്തര പറയാണ് ബാലുവിന്റെ കൈകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. ഓ, ബാലുവിന്റെ കൈകളിൽ പെട്ട് ഇപ്പൊ തന്നെ ബാലു കഴിച്ചു പോയിനി നാരങ്ങേനെ അല്ലെ? എങ്ങനെയോ രക്ഷപ്പെട്ടു. ആ നീര് അമർത്തി പിടിച്ച കാരണം ബാലുവിന്റെ കണ്ണിലേക്ക് നാരങ്ങ നീരായതുകൊണ്ട് മാത്രമാണ് അവർ രക്ഷപ്പെട്ടത്. അപ്പൊ ഒന്നാമത്തെ നാരങ്ങ പറയാണ് ബാലുവിന്റെ കൈകളിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടു. അപ്പൊ രണ്ടാമത്തെ നാരങ്ങ പറയുന്നു ഹാ ബെച്ച് ഗയി. അതെ അതെ, നമ്മൾ രക്ഷപ്പെട്ടു. ഇനി ബാക്കി എന്തായിരിക്കും അവര് പറയുന്നത്? ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സെന്റൻസ് ആയിട്ട് എഴുതിയാൽ മതി. നിങ്ങൾ ചെറിയ മക്കളാണ്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് ചെറിയ കുഞ്ഞു സെന്റൻസ് ആയിട്ട് ഉണ്ടാക്കിയാൽ മതി. ഓക്കെ. അപ്പൊ ഇനി പറയുന്നത് സന്തര ഏക്ക്. ഒന്നാമത്തെ നാരങ്ങ പറയാണ് ബഹ് ബാലു ക്രൂര് ഹേ. എന്താ പറയണത്? ആ ബാലു ക്രൂരനാണ്. ക്രൂരനായൊരു പിന്നെ മൃഗാണ് ആ ബാലു അല്ലേ? അതിപ്പോ തന്നെ നമ്മളെ കഴിച്ചു പോകുമായിരുന്നു എന്ന് പറയാണ്. ബാലു പറഞ്ഞ അറിയാലോ? ബാലു പറഞ്ഞ കരടി. അപ്പൊ ആ കരടി ഒരു ക്രൂരനാണ് എന്ന് പറയാം. സൂർസേ മുജേ പക്കട. അപ്പൊ രണ്ടാമത്തെ സന്തര പറയാണ് അതെ, എന്നെ നല്ല ശക്തിയിൽ മുറുക്കി പിടിച്ചു. ആ ബാലു, ആ കരടി എന്നെ മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു, മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒന്നാമത്തെ നാരങ്ങ പറയണേ ക്യാ ദർദ് ഹേ. നിനക്ക് വേദനിച്ചോ? നിന്നങ്ങനെ മുറുക്കി പിടിച്ചല്ലോ ആ ബാലു, ആ കരടി. അപ്പൊ നിനക്ക് വേദനിച്ചോ എന്ന് ചോദിക്കാണ്. രണ്ടാമത്തെ സന്തര പറയുന്നു ഹാ ദർദ് ഹോ രഹാ. എനിക്ക് നന്നായിട്ട് വേദനിച്ചു, നല്ല വേദന ഉണ്ട് എനിക്ക്. ശരീരം മുറുക്കി പിടിച്ചിട്ട് എനിക്ക് നല്ല വേദന ഉണ്ട് എന്ന് പറയാം. അപ്പൊ ഒന്നാമത്തെ നാരങ്ങ പറയുന്നു ഗർ ജായേം. അപ്പൊ എന്താ, വീട്ടിലേക്ക് പോവാം, നന്ദയ്യ നമുക്ക് വീട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് അവര് പോവാണ്. മനസ്സിലായോ? വളരെ ചെറുതായിട്ടുള്ളൊരു കുഞ്ഞ് വാർത്താലാപാണിത്. അത് മനോഹരമായിട്ട് ഒരു കുഞ്ഞ് ചെറുതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ഇത് ഇതുപോലെ നോട്ടിലേക്ക് എഴുതിയെടുക്കുക. ഓക്കെ. ഇതുപോലെ എന്ത് ചെയ്യാ? ഇതുപോലെ തന്നെ നോട്ടിലേക്ക് അങ്ങോട്ട് എഴുതിയെടുക്കുക. ഇനി ഇതില് എന്തെങ്കിലും വർക്ക് ഉണ്ടോ നോക്കാം നമുക്ക്. വാർത്താലാപം കഴിഞ്ഞിട്ട് അഭിനയിക്കരയാണ്. കഹാനിക്ക് പാത്ര കോൻ കോൻ ഹെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഭിനയിക്കര പറഞ്ഞാൽ അഭിനയിക്കുക. അതായത് നിങ്ങൾ ഇതിൽ 2 നാരങ്ങയും അതുപോലെ തന്നെ ബാലും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യണം? അഭിനയിക്കണം. ഒരു 3 കുട്ടികൾ ചേർന്നിട്ട് അങ്ങനെ അഭിനയിക്കാം. അതല്ലെങ്കിൽ ഒരാൾക്ക് മാത്രം തന്നെ അഭിനയിക്കാം. ഒരാൾ തന്നെ എന്താ പറയാ, സന്തരിയും 2 സന്തരിയും അതുപോലെ തന്നെ ബാലുവായിട്ട് ഒരാൾക്ക് വേണമെങ്കിലും അഭിനയിക്കാം. ഓക്കെ. എല്ലാ 3 ഡയലോഗും പറഞ്ഞുകൊണ്ട് അഭിനയിക്കാം. അപ്പൊ ഇതിൽ ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ നമുക്ക് നോക്കാം. സന്തര ഏക്ക്, ഒന്നാമത്തെ നാരങ്ങ, പിന്നെ രണ്ടാമത്തെ നാരങ്ങയുണ്ട്, ബാലു ഉണ്ട് അല്ലെ? 3 കഥാപാത്രങ്ങളാണുള്ളത്. ഒന്നാമത്തെ നാരങ്ങയും രണ്ടാമത്തെ നാരങ്ങയും കരടിയും. ഇതാണ് ഇതിലെ കഥാപാത്രങ്ങൾ. ഇനി ഇസ്കെ മുക്കോട്ടെ ബനായെ കിൻ കിൻ ബാത്തോ പേർ ധ്യാൻ ദേ. ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാനുള്ളതല്ല കേട്ടോ. അത്രയേ ഉള്ളൂ വർക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് പഠിക്കാനാണ്, എത്ര കഥാപാത്രങ്ങൾ ഉണ്ട് എന്ന് പഠിക്കുക നിങ്ങൾ. സന്തരെ ബാലു. എന്താണ്? സന്തരെ ബാലു കഥാപാത്രങ്ങൾ.
സന്ദ്ര ഏക്കെന്നും സന്ദ്ര ദോന്നും പറയാം, പിന്നെ ബാലു എന്ന് പറയാം. ഈ ബാച്ചിത്താണ് പിന്നെ ഞങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതൊന്ന് കുറച്ചൊന്ന് എഴുതി പഠിക്കാം. ഓക്കെ, ഒന്ന് എഴുതി നോക്കുക. എഴുതി പഠിക്കാൻ പറയുന്നത് പല കുട്ടികൾക്കും പരിഭവമുണ്ട്, പക്ഷെ എഴുതി പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പൊ എഴുതിയിട്ട് നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ വായിച്ച് പഠിക്കുക. അക്ഷരങ്ങൾ ചിഹ്നങ്ങളൊന്നും തെറ്റാതെ നന്നായിട്ട് വായിക്കുക. ഇത്രയും വർക്കുകളാണ്, എല്ലാ വർക്കുകളും നമ്മൾ നോക്കി ട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.